നിങ്ങൾക്ക് മഴ കേൾക്കണമെന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. നല്ല ഐഡിയൽ സമയമാണ് ഇവിടെ ഇതിരുന്ന് എൻജോയ് ചെയ്യാനായിട്ട്. ഹലോ, വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മളൊരു ചെറിയ ക്ലീനിങ് വ്ളോഗാണ്. ഇവിടെ ചെടികൾ എല്ലാം മരങ്ങളൊക്കെ ഒരേ സമയത്ത് പൂക്കുന്നതുകൊണ്ട് ഭയങ്കര പോളനാണ്. എനിക്കൊക്കെ ഭയങ്കര അലർജിയാണ്. പോളൻ ഉള്ള സമയത്ത് ഒരു ഗ്രീൻ ഫിലിമാണ് എല്ലാത്തിൻ്റെ മുകളിലും. നമ്മുടെ ഡെക്കിൻ്റെ അവിടെ എല്ലാത്തിൻ്റെ മുകളിൽ ഗ്രീൻ ഫിലിമാണ്. സ്ക്രീനും പുറച്ചും നമ്മുടെ ഫ്രണ്ടും ഒക്കെ ക്ലീനിങ്ങും എന്ന് വെച്ചാൽ ആ പോളൻ വാഷ് ചെയ്ത് കളയാനാണ്. ഇത് ആക്ച്വലി ഒരു 2 ആഴ്ചയായിട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. എല്ലാ സാധനവും എടുത്ത് ക്ലീൻ ചെയ്ത് പവർ വാഷ് ചെയ്ത് ഇന്ന് ബേസിക്കലി ഒക്കെ ഡ്രൈ ഒക്കെ ആയി. അത് കാരണം ഒക്കെ നമ്മൾ തിരിച്ച് നമ്മൾ കേർട്ടനൊക്കെ ഹാങ് ചെയ്യാണ്. അതുമല്ല, വെതർ നന്നായി, രാത്രിയിലൊക്കെ തണുപ്പ് പോയി. അത് കാരണം ഉള്ളിലത്തെ ചെടികളൊക്കെ ഫസ്റ്റ് സ്റ്റേജസ് ഹിയർ, നെക്സ്റ്റ് സ്റ്റേജസ് ഹിയർ കുറേശ്ശെ തുടങ്ങി ഇവിടെ മാറ്റി വയ്ക്കാനായിട്ട്. എൻ്റെ കരിവേപ്പൊക്കെ ഞാൻ ഓൾറെഡി 2-3 ദിവസമായി വെച്ചേക്കുന്നു. അപ്പം അതും പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു പച്ചക്കറികൾ സീഡൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റും കൂടി തരാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ആദ്യം എൻ്റെ കറിവേപ്പിൽ നിന്ന് തുടങ്ങാം. ഇതിന് 3 എണ്ണത്തിനും ഭയങ്കരമായിട്ട് സ്കെയിൽ ഇൻഫെസ്റ്റേഷൻ വന്നിരുന്നു വിന്ററിൽ. എല്ലാത്തിനെയും ഞാൻ കംപ്ലീറ്റ് മുട്ടയടിച്ചിട്ട് നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കുറച്ച് ദിവസമായിട്ട് പുറത്ത് വെച്ചേക്കാണ്. ഇപ്പോഴും ഭയങ്കര ഡിലിജന്റ്ലി ചെക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു 2 ആഴ്ച ശ്രദ്ധിച്ചില്ല, അപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഇൻഫെസ്റ്റേഷൻ ആയിപ്പോയി സ്കെയില്. ഹോപ്പ്ഫുള്ളി ഇത് ഭേദാവെന്ന് വിചാരിക്കാം. അടുത്തത് നമ്മൾ അന്നത്തെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത വെജിറ്റബിൾ സീഡ്സ് ആണ്. ഇത് മെയിനായിട്ട് പയറ്, അമര, പിന്നെ പച്ച എഗ് പ്ലാന്റ്, കക്കിരി. എനിക്ക് തോന്നുന്നു ഈ അറ്റത്ത് കാണുന്ന ചൊരക്കയാണ് ആ ചട്ടിയുടെ അടുത്തിരിക്കുന്നത്. പിന്നെ അത് എവിടെയുണ്ട് കുറച്ചും കൂടി. ഇതിലാ ജാപ്പനീസ് വിങ് ബീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊല്ലം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നല്ലേ, അതും അമരയും ഉണ്ട് ഇതിൻ്റെ ഉള്ളു. പിന്നെ ഈ കേട്ടൻ മുഴുവൻ കുറച്ച് കരിമ്പനും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലീച്ചിൽ മുക്കി വെച്ചിട്ട് പിന്നെ ബ്ലീച്ചും കൂടി ചേർത്തിട്ട് വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്താണ് എല്ലാം. ഇവിടെ കേട്ടൻ ഇട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഹാങ് ചെയ്യാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും കേട്ടൻ ഫുൾ അടിയിട്ടില്ല, അപ്പോഴേക്കും തന്നെ നല്ലൊരു എൻക്ലോസ്ഡ് ഒരു റൂമിന്റെ ഒരു ഫീലിംഗ് ആയി കേട്ടൻ വന്നപ്പോഴേക്കും. ഈ ഭാഗത്ത് കണ്ടോ കേട്ടൻ ഇല്ല, അപ്പൊ തുറന്നൊരു ഫീലിംഗ് ആണ്. കേട്ടൻ ഹാങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന്റെ മടക്ക് വരുന്നത് ഇതെങ്ങനെയാ എനിക്ക് പറഞ്ഞു തരണ്ടെന്ന് അറിഞ്ഞുകൂടാ. മടക്ക് വരുന്ന ഇങ്ങോട്ടേക്ക് വരണം, ബിക്കോസ് എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പർ സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ കേട്ടന്റെ ബാക്ക് സൈഡ് കാണും ആദ്യം. അപ്പൊ അത് വരാണ്ട് ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ അന്നൊരു വീഡിയോയിൽ നട്ട ക്യാബേജ്, ബ്രൺസ്വിക് ക്യാബേജ് എന്ന് തോന്നുന്നു, അതിന്റെ തൈയാണ്. ഇത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഞാൻ നമ്മുടെ സ്ക്രീൻ പോർഷനുള്ളിൽ വെച്ചാണ്. എന്നിട്ടിപ്പോൾ ഒരു 2-3 ദിവസമായി പുറത്ത് വെച്ചേക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഹാർഡാണ്, ഇനി ഷോക്കൊന്നും ആവില്ല. ഞാനിപ്പോൾ ഇതും നടുവന്ന്. ഞങ്ങളുടെ പവർ വാഷറാണ് ഇത്. ഇത് ആമസോണിൽ റിവ്യൂ ഒക്കെ ഉണ്ട്, നമ്മൾ വാങ്ങിച്ചാണ്. കുറച്ച് കൊല്ലം ഞങ്ങളുടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. ഇന്നിപ്പോൾ നമ്മൾ ഡെക്കിന്റെ ഭാഗമാണ് ക്ലീൻ ആക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ആ ഡെക്കിന്റെ റെയിലിംഗ് കറുത്ത ഒരുമാതിരി ലെയർ പൊടിയും എല്ലാം കൂടി ചേർന്നിട്ട് ആ വെള്ള കളർ ഭയങ്കര ഒരു ഡേർട്ടി വൈറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അത് കംപ്ലീറ്റ് മാച്ച് കളയാണ്. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പൂപ്പലും പൊടിയും എല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു കറുത്ത് ഇതിന് പാണ്ട് പിടിച്ച പോലെ കാണുന്നല്ലേ വെള്ളയുടെ മുകളിൽ. ആ ഒരു സാധനത്തിനെ നമുക്ക് ഈ പവർ വാഷ് വെറും വെള്ളം മാത്രം കണ്ട ശരിക്ക് ഇറേസർ വെച്ചിട്ട് മാച്ച് കളയുന്ന പോലെ മാച്ച് വൃത്തിയാക്കി കളയാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല യൂസ്ഫുൾ ആണ്. ഇതൊക്കെ നമ്മൾ ഏർലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കുറച്ച് മെയിൻ്റനൻസ് പരിപാടി ഉണ്ട്, ആ ഒരു ലെവലിൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടെ നമുക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ലെഫ്റ്റിലത്തെ നടുക്കത്തെയും ക്ലീൻ ചെയ്താണ്, റൈറ്റിലത്തെ ക്ലീൻ ചെയ്തിട്ടില്ല. ആ ഡെക്കിന്റെ റെയിലിങ്ങിന്റെ സൈഡിലും കണ്ടില്ലേ കറുത്ത് പറഞ്ഞ്, അതൊക്കെ നമുക്ക് പവർ വാഷ് ചെയ്ത് ക്ലീൻ ആക്കാം. നമ്മൾ ഇത് ഓൾറെഡി ഒരു തവണ കഴുകിയതാണ്, എന്നിട്ട് പോയിട്ടില്ല. ബിക്കോസ് അന്ന് അപ്പോഴേക്കും മഴയും പെയ്തു, കാരണം നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം ഈ ബേസ്മെൻറ്റിലൊക്കെ സ്റ്റെപ്പ് കൂടി ചെയ്യാൻ പോകാം. ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ്, ബേസ്മെന്റ് സ്റ്റെപ്പ് ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ പവർ വാഷർ. ഇത് എസ്പെഷ്യലി ഞാൻ മുകളിൽ താമരയൊക്കെ വെക്കുന്നതുകൊണ്ടും പിന്നെ സൈഡിൽ കാണുന്നില്ലേ ഞാൻ എൻ്റെ പച്ചക്കറികൾ ഈ സൈഡിലേക്ക് ഇടുന്നതുകൊണ്ടും നിറച്ച് ചെളിയും ആ പച്ചപ്പ് പൂപ്പൽ വരുന്നത് അതുകൊണ്ടാണ്. അതിലേക്ക് വീണ് കിടന്നിട്ട് അപ്പം ഈ ഒരു സൈഡ് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ എല്ലാ കൊല്ലം യൂസ് ചെയ്യുന്നത്, എല്ലാ കൊല്ലം ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഡെഫിനറ്റ്ലി വെരി യൂസ്ഫുൾ ആസ് യു ക്യാൻ സി. ആ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിൽ വ്യത്യാസം കണ്ടല്ലേ. ഏറ്റവും യൂസ്ഫുൾ ആയി എനിക്ക് തോന്നിയ ഒരു കാര്യം പവർ വാഷ് ചെയ്യാനായിട്ട് ഈ റഗ്ഗാണ്. ബിക്കോസ് ഈ റഗ് എടുത്തിട്ട് കഴുകാനായിട്ട് നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ അത് പവർ വാഷ് ചെയ്തു. ആ ഡിസൈൻ ഇല്ലേ ഇതിൽ ആ വെളുത്ത് കാണുന്ന
അതൊക്കെ ലിറ്ററലി മഞ്ഞ കളറായിരുന്നു. ഇതിന് മുകളിൽ പോറോഷി ചെളി കളഞ്ഞാണ് ആ റഗൊക്കെ നല്ല പുതിയ പോലെ ഇരിക്കുന്നത്. അടുത്തത് ഉള്ളിരിക്കുന്ന പല ചെടികളും മൂവ് ചെയ്യാന്നാണ്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ ഫിഡിലി ഫിഗ് ആണ്. ഇത് തവണ ഭയങ്കരമായിട്ട് പൊക്കം വെച്ചു, നമ്മുടെ സീലിംഗ് തൊട്ട് നിൽക്കുകയാണ്. അതുമല്ല ഭയങ്കരമായിട്ട് ചെരിഞ്ഞു നിൽക്കും കൂടിയാണ്. ഇത് ഒരു ഓഡിയലാണെന്ന് തന്നെ പറയാം. നീ കാണണ്ടോ അറിയില്ല, ഞാൻ ആ ചട്ടി നല്ല വെയിറ്റുള്ള ചട്ടിയാണ്. അത് മൂവ് ചെയ്യാൻ പറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ട്രോളിയിലാണ് വെച്ചേക്കുന്നത്. ട്രോളി ഉരുട്ടിക്കൊണ്ടാൽ മതി ആ ഡോർ എത്തണ വരെ. ഡോർ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇതിനെ കുറച്ച് നമ്മൾ മനൂവർ ചെയ്യണം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. ദിസ് ഈസ് എ 2% ജോബ്. കണ്ടില്ലേ എന്തോരം ചെരിഞ്ഞു നിൽക്കുക എന്നത്. അതിന്റെ മോൾ ഭാഗം ആദ്യം പുറത്തേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഈ പടിയുടെ നമ്മൾ വേറെ രണ്ടുപേരും കൂടി എടുത്തു വെക്കണം. അതിനെ പോരാത്തതിന് എനിക്ക് റീസ്റ്റേക്കും ചെയ്യണം. അതിന്റെ ആ ചാഞ്ഞു നിൽക്കൽ ഇത്തിരി ഒന്ന് മാറ്റാൻ. ആ പടി അതിനത്ര ബാലൻസ് പോരാൻ തോന്നുന്നു. ഫിഡിലി ഫിഗ് മിക്കവാറും എനിക്ക് തോന്നുന്നു മോൾ ഭാഗം പ്രൂൺ ചെയ്യേണ്ടി വരുന്നത്. അത് മുറിച്ച് കഴിഞ്ഞാൽ കട്ടിങ് റൂട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പണ്ട് ഇതുപോലെ ഒരു തവണ ചെയ്തതാണ്. എന്റെ ഫ്രണ്ട്സിന് കൊടുത്തു വന്നിട്ട് അവരത് റൂട്ട് ചെയ്തിട്ട് അവർക്ക് ചെടിയായിട്ട് അത് പിന്നെ നടാം. നമുക്ക് മുകളിൽ വെച്ചിരുന്ന ട്രോപ്പിക്കൽ ചെടികളാണിത്. രാജമല്ലി, ഗംതി വെറൈറ്റി കരിവേപ്പാണിത്. പിന്നെ ആകെപ്പാട് ഒരു മുല്ലേ ഉള്ളൂ എന്റെ അടുത്ത് ഇപ്പം. ആക്ച്വലി 2 മുല്ലുണ്ട്, ഒരെണ്ണം പുറത്തിരിപ്പുണ്ട്. ബാക്കി എല്ലാം മീലി ബഗ് വന്നിട്ട് ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് ഇയർ. പിന്നെ ചെത്തി അങ്ങനത്തെ കുറച്ച് ചെടികൾ മാത്രം അകത്തുണ്ടായിരുന്നത് എടുത്ത് ഇവിടെ വെച്ചേക്കാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് മാറ്റും. ആ ഒരു ട്രാൻസിഷൻ പീരീഡിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഉള്ളത്തെ ചൂടും പുറത്തെ തണുപ്പും കൂടി അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സ്ഥലത്ത് വെക്കുന്നത്. ബാക്കിലിരിക്കുന്നത് ഞാൻ ഒരു ലോക്കൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ച 30-year-old ജെയ്ഡ് പ്ലാന്റ് ആണത്. ഭയങ്കര ഒരു നല്ല ബൈ ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ റീസ്റ്റേക്ക് ചെയ്തു. എവറിത്തിങ് ലുക്സ് റിയലി നീറ്റ് ആൻഡ് നൈസ്. എക്സ്ട്രാ കുറച്ച് ചെടിയൊക്കെ ഉണ്ട് ഇവിടെ. അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ അതൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് പൊക്കോളും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല, പുറത്ത് മഴ പെയ്യാണ്. അതാണ് നമുക്ക് ബേസ്മെന്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ക്ലീനാക്കാൻ പറ്റിയില്ല. ഇന്നും അത് നിർത്തേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ശ്രീനൻ പ്രോഡക്റ്റ് ഈ സീസണിൽ യൂസ് ചെയ്യാനായിട്ട് റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കേട്ടനുകൾ വന്നപ്പോൾ തന്നെ എന്തൊരു വ്യത്യാസമാണ് നോക്കിയേ. നല്ലൊരു വാംത്തും ഒരു മുറിയുടെ ഫീലിംഗ് ആയി. നിങ്ങൾക്ക് മഴ കേൾക്കണമെന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ. നല്ല ഐഡിയൽ സമയമാണ് ഇവിടെ ഇതിരുന്ന് എൻജോയ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.